കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വാട്ട് ഈസ് മാത്തമാറ്റിക്സ് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അതുപോലെ പാറ്റേൺസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പാറ്റേൺസ് നമ്മുടെ ഡെയിലി ലൈഫിൽ, അതായത് കുക്കിംഗ്, ഗെയിമിംഗ്, ടെക്നോളജി അതുപോലുള്ള മേഖലകളിൽ പാറ്റേൺസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ നമ്പർ തിയറി. വാട്ട് ഈസ് നമ്പർ തിയറി? The branch of mathematics that studies patterns in whole number is called number theory. What is whole number? Natural number including zero. Zero ഉൾപ്പെടുന്ന natural numbers 0, 1, 2, 3, 4 etc. അതായത് സീറോ ഉൾപ്പെടുന്ന നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പാറ്റേൺസിനെ കുറിച്ച് പഠിക്കുന്ന തിയറിയാണ് നമ്പർ തിയറി. Okay. Number sequence are the most basic and among the most fascinating types of patterns that mathematicians study. അപ്പോൾ ഈ നമ്പർ സീക്വൻസ് ആണ് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് കണ്ടോ, ഫസ്റ്റ് പാറ്റേണിൽ 1 1 1 എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാം വൺസ് ആണല്ലേ. അപ്പോൾ ഇവിടെ 1ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്തു, 0 ആഡ് ചെയ്തിരിക്കുകയാണ്. 1ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0. വീണ്ടും 1നോടൊപ്പം 0 ആഡ് ചെയ്യുമ്പോൾ 0 1 കിട്ടും അല്ലേ. അങ്ങനെ 0 ആഡ് ചെയ്ത് 1 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത 3 നമ്പേഴ്സ് എന്തായിരിക്കും, വീണ്ടും ഒരു 1, വീണ്ടും 1 ആയിരിക്കും, വീണ്ടും 1 ആയിരിക്കും. നമുക്കിവിടെ എല്ലാത്തിൻ്റെയും 3 നമ്പേഴ്സ് വീതം എഴുതിപ്പോവാം. ഓക്കെ, അടുത്ത പാറ്റേൺ കണ്ടോ, 1 2 3 4 5 6 7 നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് ആണല്ലേ. 8 9 10 എന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ ആഡ് 1, നമ്മൾ 1 വീതം ആഡ് ചെയ്ത് പോയി. അടുത്ത ഓഡ് നമ്പേഴ്സ് ആണ്. അടുത്ത ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഡ് നമ്പേഴ്സ് 1 3 5 7 9 11 13. അടുത്ത നമ്പർ ഏതാ, 15 17 19. നമ്മൾ എന്ത് ചെയ്തു, ആഡ് +2 അല്ലേ. അടുത്ത് ഈവൻ നമ്പേഴ്സ് 2 4 6 8 10. ഇവിടെ എന്താ ചെയ്തത്, 2 + 2 4 4 + 2 6 6 + 2 8 8 + 2 10 10 + 2 12 12 + 2 4 then 14 + 2 16 16 + 2 18 18 + 2 20. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് 2 എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ദെൻ അടുത്ത എന്താ, ട്രയാങ്കുലർ നമ്പേഴ്സ്. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താ ഇവിടെ 1 3 6 എന്നാ കൊടുത്തിട്ടുള്ളത്. 1 3 6 എന്ന് കൊടുത്തിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരു പാറ്റേൺ മനസ്സിലാക്കാം. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് ഇട്ട് വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. നമുക്കിപ്പോൾ പഠിക്കേണ്ട, പിന്നീട് പഠിക്കാം. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കി, 3ൻ്റെ കൂടെ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. 1 + 2 ഇവിടെ +2. ഈ 2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 3 കിട്ടാൻ, ഇവിടെ +3 ആഡ് ചെയ്യണം. ഇനി 6ൻ്റെ കൂടെ +4 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ +5 ആഡ് ചെയ്യുമ്പോൾ 15 15 + 6 21 21 + 7 എത്രയാ, 28 28 + 8 28ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 36 അല്ലേ. 36. ദെൻ 36ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യണം, +9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 45. ദെൻ 45ൻ്റെ കൂടെ വീണ്ടും ഒരു +10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 55. ഇതാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അതായത് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ നമ്മളിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ടു ദ പ്രീവിയസ് നമ്പർ. ഓക്കെ, അടുത്ത ഇവിടെ ബ്രാക്കറ്റിൽ സ്ക്വയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 1 മീൻസ് 1ൻ്റെ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ദാറ്റ് ഈസ് 1. അടുത്ത് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ദാറ്റ് ഈസ് 2. ദെൻ 3 സ്ക്വയർ മീൻസ് 3 × 3 ദാറ്റ് ഈസ് 9. ദെൻ 4 സ്ക്വയർ മീൻസ് 4 × 4 that is 16. Then
5ൻ്റെ സ്ക്വയർ 5 സ്ക്വയർ എന്താ 5 ഇൻറ്റു 5 25. ദെൻ 6ൻ്റെ സ്ക്വയർ 6 ഇൻറ്റു 6 36. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 രണ്ട് പ്രാവശ്യം എഴുതി ഗുണിക്കുക 49. 8 സ്ക്വയർ മീൻസ് 8 ഇൻറ്റു 8 8നെ രണ്ട് പ്രാവശ്യം എഴുതി ഗുണിക്കുക 64. 9 സ്ക്വയർ മീൻസ് 9 ഇൻറ്റു 9 81. Then 10 square means 10 into 10 100. അതായത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈ നമ്പറിനെ നമ്മൾ രണ്ട് പ്രാവശ്യം എഴുതി ഗുണിക്കുക 2 സ്ക്വയർ മീൻസ് 2നെ രണ്ട് പ്രാവശ്യം ഗുണിക്കുക 3 സ്ക്വയർ മീൻസ് 3യെ രണ്ട് പ്രാവശ്യം ഗുണിക്കുക 4 സ്ക്വയർ മീൻസ് 4 രണ്ട് പ്രാവശ്യം ഗുണിക്കുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആൻസർ 1 4 9 16. ഇതാ ഇവിടെ ഉണ്ട് 1 4 9 16 25 36 49. അടുത്ത നമ്പർ 64. അപ്പോൾ നമുക്കിവിടെ എഴുതാം 64. Then next one 81, then 100. ഓക്കെ, അതുപോലെ ഇവിടെ ക്യൂബ്സ് ആണ്. ക്യൂബ്സ് മീൻസ് എന്താ കണ്ടുപിടിക്കാൻ എന്താ 1 ക്യൂബ് മീൻസ് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. 1നെ 3 ടൈംസ് ഗുണിക്കുക. 2 ക്യൂബ് മീൻസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8. 3 ക്യൂബ് മീൻസ് 3 ഇൻറ്റു 3 that is 3 into 3 9 9 into 3 എത്രയാ 9 into 3 27. ഓക്കെ, അങ്ങനെ 4 ക്യൂബ് എന്താ 4 into 4 into 4 4 into 4 16 16 into 4 64. Then 5 cube means 5 into 5 into 5 5 into 5 25 25 into 5 125. And 6 cube means 6 into 6 that is 6 into 6 36 36 into 6 216. അത് നമുക്ക് 7 ക്യൂബ് കണ്ടുപിടിക്കണം. 7 ക്യൂബ് 7 into 7 that is 7 into 7 49 49 into 9 333 എന്ന് കിട്ടും. Then 8 cube means 8 into 8 into 8 8 into 8 64 64 into 8 512 എന്ന് കിട്ടും. Then 9 cube means 9 into 9 into 9 9 into 9 81 81 into 9 729. അപ്പോൾ നമുക്കിവിടെ എഴുതാം 260 വരെ ഇവിടെ ഉണ്ട്. 216 കഴിഞ്ഞ് അടുത്ത 343 512 729 എന്ന് വരും. ദെൻ അടുത്തത് എന്താ നമ്പേഴ്സ്. ഇതാ ഇവിടെ നോക്കി 1 + 1 ആണ് 2 1 + 1 അത് 2 കിട്ടി. ദെൻ 2 + 1 2ൻ്റെ കൂടെ ഈ 1 ആഡ് ചെയ്തപ്പോൾ 3 വന്നു. ദെൻ 3യുടെ കൂടെ ഈ 2 ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. ദെൻ 5ൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്തപ്പോൾ 8 8 + 5 എത്രയാ 13 13 + 8 21. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും ഈ 21 + 3 ഇവിടെ എന്ത് വരും 21 + 3 ചെയ്യുമ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അടുത്ത നമ്പർ ഏതാ 34 + ഈ 21 34 + 21 ചെയ്യുമ്പോൾ നമുക്ക് 55. ദെൻ അടുത്ത് കണ്ടുപിടിക്കാൻ ഈ 55ൻ്റെ കൂടെ 34 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 89. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ പവേഴ്സ് ഓഫ് 2 ദെൻ പവേഴ്സ് ഓഫ് 3 പവേഴ്സ് മീൻസ് ഇവിടെ 2ൻ്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് 2ൻ്റെ പവർ അതായത് 2⁻0 1 ആണ് 2⁻1 2 ആണ്. അതായത് 2നെ ഒന്ന് കൊണ്ട് ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും. ദെൻ 2 സ്ക്വയർ 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 × 2 എന്ത് കിട്ടും 8 എന്ന് കിട്ടും. ദെൻ 2നെ 2⁻4 എന്ത് കിട്ടും 16. ദെൻ 2⁻5 2⁻5 മീൻസ് 2 × 2 × 2 × 2 അതായത് നമ്മൾ 2നെ 5 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 32. ദെൻ 2⁻6 എത്രയാ 32 × 2 64 എന്ന് കിട്ടും. ദെൻ 2⁻7 എന്ന് പറയുന്നത് എത്രയാ 2⁻7 കൂടെ ചെയ്ത് നോക്കാം 2⁻7 അതായത് 64 × 2 8 12 128.
അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടുത്തെ നമ്പർ 128 എന്ന് കിട്ടും. ഇവിടെ ഒരു നമ്പർ വീതം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേൺസ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നമ്പർ തൽക്കാലം കണ്ടുപിടിച്ചാൽ മതി. അടുത്ത് വരുമ്പോൾ 3ന്റെ പവറാണ്, അതായത് 3/0 ആണ് 1 എന്ന് പറയുന്നത്. അതുപോലെ 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെ കിട്ടും. 3/2 മീൻസ് 3 × 3 9. 3/3 മീൻസ് 3 × 3 × 3 27. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എന്ത് വരും? 2/8 വരും. 2/8 ഈ നമ്പറിനെ 729നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 3 and 3s are ഇവിടെ 2000 ഇത് വരും 2187 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടേബിളിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്